കാന്തല്ലൂർ പഞ്ചായത്തിൽ പട്ടിശ്ശേരി ഡാം ഉദ്ഘാടനം ചെയ്യുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പകുതി പണി പോലും പൂർത്തിയാകാത്ത പദ്ധതിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് INTUC നേതാക്കൾ രംഗത്തെത്തി. INTUC യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് രാഹുൽ രാജേന്ദ്രൻ, കാന്തല്ലൂർ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് മുരുകയ്യ, പഞ്ചായത്ത് മെമ്പർ രേണുക രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭാഗ്യരാജ്, പഞ്ചായത്ത് മെമ്പർ റഹീം എന്നിവർ ചേർന്ന് നടത്തിയ പ്രസ്താവനയിൽ പട്ടിശ്ശേരി ഡാം പൂർണ്ണമായി പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തുന്നതെന്ന് വിമർശിച്ചു. ഇത് വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നും സാധാരണ ജനങ്ങളെ പോലും ശരിയായ വിവരങ്ങൾ അറിയിക്കാതെയാണ് CPM ഈ ഉദ്ഘാടനം നടത്തുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ ദേവികുളം നിയോജകമണ്ഡലത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിലാണ്. കാന്തല്ലൂർ പഞ്ചായത്തിലെ പട്ടിശ്ശേരി എന്ന് പറയുന്ന ഡാമിൻ്റെ കെട്ടിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അനുവദിച്ച ഇടുക്കി ജില്ല കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാം ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 2 പേരുടെ ഇതിൻ്റെ പണികളെല്ലാം തന്നെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയായിരുന്നു. ഫണ്ടുകൾ പാസ്സാക്കാതെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഇവിടുത്തെ കോൺട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന സമയം, അതായത് നിയമസഭാ ഇലക്ഷൻ നമ്മൾ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ MLAയും മറ്റ് ഇടതുപക്ഷത്തിൻ്റെ ആളുകളും കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്നുകൊണ്ട് പട്ടിശ്ശേരി ഡാമിൻ്റെ പണി പൂർത്തിയായി എന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ കെട്ടാണ് ഈ കാണുന്നത്. ഈ കെട്ടിൻ്റെ സൈഡ് പുറം മാത്രം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഇവിടെ എല്ലാം പണിയാനുള്ള സ്ഥലങ്ങൾ, മണ്ണെടുക്കാനുണ്ട്. ഈ സൈഡെല്ലാം കല്ല് കഴിക്കാനുള്ളതാണ്. ഇതെല്ലാം കഴിയും. ഇനി ഒരു 3 വർഷം പണിതാൽ തീരാത്ത അത്ര പണി കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാമിൽ ബാലൻസ് ഒക്കെയാണ്. ഈ സാഹചര്യത്തിലാണ് വ്യാജ പ്രചരണങ്ങളുമായി ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇറങ്ങുന്നതും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി ഇപ്പോൾ ഇവിടെ ഡാം ഉദ്ഘാടനം നടത്താനുള്ള പരിപാടികൾ നടക്കുന്നത്. ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ്, വ്യാജ ഉദ്ഘാടനമാണ്. ഇത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം, പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാട്ടിലുള്ള ജനങ്ങളെ വ്യാജ പ്രചരണം നടത്തി വഞ്ചിച്ചുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഭരണത്തിൽ വരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പട്ടിശ്ശേരി ഡാം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനോ ഏതെങ്കിലും മന്ത്രിമാരോ ഇടുക്കി ജില്ലയിൽ കാലുകുത്താമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഇടുക്കി ജില്ലയിൽ കാലുകുത്തയില്ല. കരിങ്കൊടിയുമായി ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ റോഡിലുണ്ടാകും. ഒരു കാരണവശാലും നിങ്ങളെ ഇങ്ങോട്ട് കടന്നു വരാനോ ഉദ്ഘാടനം ചെയ്യാനോ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാം കാന്തല്ലൂർ വന്ന് ഉദ്ഘാടനം നടത്തുക. നിങ്ങൾ എന്തുകൊണ്ട് മൂന്നാറിൽ വെച്ച് ഉദ്ഘാടനം നടത്തുന്നത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഡാമിൻ്റെ അടുത്ത് വന്ന് ഉദ്ഘാടനം നടത്തണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇതിൻ്റെ പണി പൂർണ്ണമായി 100% പൂർണ്ണമായതിനു ശേഷം മാത്രമേ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ. ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇവിടെ ജനങ്ങളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് INTUC കോൺഗ്രസ് നോക്കി കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് മാത്രം ഞാൻ പറയുകയാണ്. പൊതുമക്കൾക്ക് ഒരു മുഖ്യ അറിയിപ്പ്. LDF സർക്കാർ 10 വർഷകാലം കാന്തല്ലൂർ പഞ്ചായത്തിലെ വികസനം എன்ற പേരിൽ ഭയങ്കര തട്ടിപ്പാങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം மார்ச் ஒரு 15க்கு மேலே எலெக்ஷன் கிடைக்காம வரும். நீங்கள் நல்லா தெரிஞ்சிருப்பீங்க, காந்தல்லூர் பஞ்சாயத்தில் 14-15 காலகட்டத்தில் மதிப்புக்குரிய உம்மன்சாண்டி முக்கியமந்திரியாகவும் மதிப்புக்குரிய மாதவன் அவர்கள் பிரசிடெண்ட்டாக இருக்கிற காலத்திலேயாகவும் இந்த டேமிൻ്റെ வேலை ஆரம்பித்தார். ஆனால் 2-3 வருஷ காலம் அவங்க அந்த ஃபண்டை பற்றியே சிந்திக்கவோ ஒன்றும் செய்யலை. 2012க்கு பிறகு டாம் 12க்குள்ள 2017க்கு பிறகு ஒரு ஃபண்டு வகையிருக்கிறாங்க. லாஸ்ட்டு கனெக்ட் பண்ணும்போது ஃபண்டு வேலைக்கு தயார்னு சொல்லி அதை முடக்கில் போட்டு மீண்டும் அவங்க பரணம் வராதுன்னு நினச்சிட்டு 2021 பரணம் வரவும் மீண்டும் பட்டுச்சேரி டாமு ஏதாலும் அவங்களுக்கு தெரியும், இது உம்மன்சாண்டி சர்க்கார் கொண்டு வந்ததுனால அவங்க சர்க்கார் தான் அந்த ஃபண்டு உட்காரணம் பண்ண முடியும்னு சொல்லி மீண்டும் ஒரு ஃபண்டு வகையறுத்தி கொண்டு பணி தொடங்கினாங்க. பணி தொடங்கும் போது எஸ்டிமேட் எடுத்த ரேட்டை காட்டிலும் கூடுதல் ஃபண்டு வந்ததுனால அது அந்த டாமில் தண்ணி நினைச்சுட்டுனா கீழாந்தூர் காந்தலூர் பெருமலை கோவில் கடவு வரைக்கும் அதுக்குள்ள சோர்ஸ் இருக்கிறதுனால நம்ம குடிவெள்ளத்துக்கு புத்திமுட்டு இல்லை அப்படின்னு நினச்சி தான் UDF சர்க்கார் அப்படி ஒரு ஃபண்டு தொடங்குறது. ஆனால் அது ஜனங்களுக்கு ஒரு என்ன காரணம் என்ன செய்கிறதுன்னு ஒரு தெரியாத ஆளுங்களாகவும் இந்த மாதிரி ஒரு அடிமைத்தனமான ஒரு வேலையை தொடங்கிட்டாங்க. இப்போ மாசியில் பார்த்தீங்கன்னா கிருஷி எல்லாம் வறண்டு போய் கிடக்குது. அப்போது இப்போ அவங்க நிலைமைக்கு சிலப்போ மார்ச் 10க்கு மேலே 15க்குள்ளே எலெக்ஷன் பிரேக்காக வைப்பாங்க. டேமில் ஒரு தூள் தண்ணி கிடையாது. இந்த டேமை போய் நாங்கள் ஒரு 2 வாரத்துக்கு முன்னாடி பார்த்துட்டு இந்த டேமில் வந்து வேலை முடியாமல் நீங்கள் உட்காந்து பண்ணக்கூடாது அப்படின்னு சொல்லிட்டு வந்தோம்.
அப்போ அந்த கான்ட்ராக்டுக்காரரும் அங்குள்ள மேனேஜர்னு சொன்னாங்க, இது எங்களுக்கு ஒன்றும் செய்ய முடியாது, இதில் வந்து 3 செக்ஷனாகிட்டு ஃபண்டு போட்டிருக்காங்க. கனாலு காரியங்கள் கூடிய தண்ணி வரதெல்லாம் ஒரு செக்ஷனும், பாக்கி இந்த டாம் கட்டுறது மட்டும் தான் எங்கே வேணுனாங்க. പക്ഷേ இதில் அவங்க சர்வேல போட்டிருக்குது மீண்டும் இந்த வருஷம் 10 17 கோடி ரூபா வச்சுருக்காங்க. அப்போ இது வந்து வேலை கூட தீராத ஒரு டாம் உட்காந்து செய்ய வேண்டிய காரணம் என்ன அப்படின்னு எனக்கு தெரியல. ஒன்று, எங்கள் பார்ட்டியில் 5 மெம்பர்மார் ஜனப்பிரதிநிதி இருக்காங்க, ப்ளோக்கில் 2 பேர், அப்படி 7 பேர் இருக்காங்க. இந்த காந்தூர் பஞ்சாயத்தில் ஓட்டு வாங்கி ஜெயிச்சாருங்க. அவங்களுக்கு போல இந்த சம்பவங்கள் தெரியாது. எனக்கு ஒரு 5 மணிக்கு வந்து இந்த நோட்டீஸ் கொடுக்குறாங்க, மண்டல பிரசிடண்ட் பேர் வச்சுருக்காங்க. சரி தான் பிரசிடண்டாக இருக்கிறனால பேர் வைக்கலாம், அதெல்லாம் நம்ம குற்றம் சொல்ல முடியாது. പക്ഷേ அங்கே தேர்ந்தெடுக்கப்பட்ட ஆளுகளுக்குள்ள பேர் வைக்காமல் இப்படி ஒரு நோட்டீஸ் அடிக்க வேண்டிய காரணம் இல்லை. அந்த நோட்டீஸில் பார்த்தீங்கன்னா சிபிஎம் ஜில்லா செக்ரட்டரி, சிபிஎம் ஏரியா செக்ரட்டரி, சிபிஐ லோக்கல் செக்ரட்டரி, சிபிஎம் லோக்கல் செக்ரட்டரி, இப்படியாப்பட்ட ஆளுகள் பேர் வச்சுட்டு இது பார்ட்டி பரிபாடியா அல்ல ஜனங்களுக்கு வேண்டி பிரவர்த்திக்க ஒரு சர்க்காரான எனக்கு தோணலை. அப்போ ஏதானாலும் இது இவங்க முன்கண்ணையில் வந்து கணக்கு காமிக்கிறது. இந்த எலெக்ஷனில் ஓட்டு பிடிச்சி சர்க்கார் பரணத்துக்கு வரும்னு சொல்லி ஒரு எண்ணத்திலேயாகவும் அவங்க இந்த மாதிரி வேலையெல்லாம் பண்ணுறாங்க. ஒரு காரணவசாலும் ஜனங்கள் பஞ்சாயத்தில் திருச்செடு கொடுத்த மாதிரிக்கு இந்த எம்எல்ஏ எலெக்ஷனுக்கும் திருச்செடு கொடுப்பாங்க. அதில் ஒரு மாற்றமும் கிடையாது. நம்ம ஒரு இப்போ நானே மண்டல பிரசிடண்ட் ஒரு 10-20 பரிபாடி இதாகிட்டு பந்தப்பட்டு நடத்திருக்குது. இந்த இன்னொரு பாத்ரூம் இருக்குது. எத்தனையோ தடவை வீட்டு வச்சு காரியங்களாம் செஞ்சு பரிபாடி நடத்திட்டு போகணும். ஜனங்களுக்கு திறந்து கொடுக்காத ஆளுங்க இவங்க சர்க்கார் விகசன நாயகம்னு சொல்லி இங்கே ஒரு ஏமாத்து வேலை நடக்குது. இதெல்லாம் ஜனங்கள் புரியணும். அதனால வர்ற தெரஞ்செடுப்பில் யூடிஎஃப்க்கு வேண்டி ஓட்டு ஏது நமக்கு இந்த டாமில் போட்டிங்கும் பாக்கி சர்வீஸ் எல்லாம் நடத்தணும். அதனால நீங்கள் வரும் சர்க்காரை யூடிஎஃப் சர்க்கார் முன்னாடி வரணும் மாத்திரம் கேட்டுக்கொண்டு எனக்கு பேச வாய்ப்பளித்த அனைவருக்கும் நன்றி கூறி விடைபெறுகிறேன். നന്ദി. കാന്തല്ലൂരിലെ പട്ടിശ്ശേരി ഡാമിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതായത് 2014 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. എന്നാൽ 12 വർഷമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല, എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുകയാണ് നാളെ 2 മണിക്ക്. ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അറിഞ്ഞിട്ടില്ല. ആ ഡാം ഇരിക്കുന്ന പ്രദേശത്തിന് കേന്ദ്രീകരിക്കുന്ന ഒരു ബ്ലോക്ക് ഡിവിഷനിലെ മെമ്പറുണ്ട്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇത് പിന്നെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഡാമിൽ വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം പോലും ഡാമിലില്ല. ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന കനാലും കൊണ്ടുവന്നിട്ടില്ല, ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള കനാലും കൊണ്ടുവന്നിട്ടില്ല. ഡാമിനകത്ത് മണ്ണും ചെടിയും കാട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് ഒരു ഭിത്തി മാത്രം പണിത് പെയിന്റ് അടിച്ചു വെച്ചാൽ ഡാമാവോ? എന്താണ് ഈ ഉദ്ഘാടനത്തിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളെ അറിയിക്കാതെ ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നത് ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ. കാന്തല്ലൂരിലെ ഭരണപക്ഷവും അതുപോലെ തന്നെ CPM-ന്റെ കുറേ പ്രവർത്തകരും മാത്രം ചേർന്ന് തീരുമാനിച്ച് ഉദ്ഘാടനം നടത്തുന്ന ഒരു പരിപാടി ഇത് ഏകപക്ഷീയമായിട്ട് എന്തിനാ ചെയ്യുന്നത്? ഇത് ജനാധിപത്യ നാടല്ലേ. ഇവിടെ ഏകാധിപത്യം കാണിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പാണ്. നമ്മളെ അറിയിക്കാതെ ഞാനൊരു ജനപ്രതിനിധിയാണ്, ഇവരെല്ലാം ജനപ്രതിനിധികളാണ്. ഞങ്ങൾ ആരും അറിയാതെ ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. 2014-15 கால அளவில் பட்டிசேரி டாமினுடைய தரக்கல்லிட்டது முன்னாள் முக்கியமந்திரி நம்முடைய விகசன நாயகன் திரு உம்மன்சாண்டி அவர்கள். அந்த ஒரு விகசனத்தை பல கோடிக்கணக்கான ரூபாய் முடக்கி நல்லபடியாக செய்து வந்த அந்த நிலையை காலம் 10 வருட காலமாக இதுவரையும் ஒரு முடியாத ஒரு காலகட்டத்தில் திடீரென்று நாளைய தினம் உட்காணம் என்று இன்றைய தினம் நோட்டீஸ் அடித்துக் கொண்டும் குறைய காந்தலூர் பஞ்சாயத்து தலைமையிலான பரணசமிதி அங்கங்கள் பிரதிபட்சமான UDF மெம்பர்மாருக்கு போலும் ஒரு அறிவிப்பும் கொடுக்காமல், பிளாக் மெம்பராகிய எனக்கு போலும் ஒரு அறிவிப்பு கொடுக்காமல் திடீரென்று ஒரு உட்காரண வேதியிലേക്ക് ക്ഷണിக்கவும் செய்திருக்கின்றார்கள். இந்த ஒரு பெப்பராதம் யாருக்கு வேண்டி என்பது இன்னும் ഒന്നും തെരിയവില്ല. വോട്ട് ലക്ഷ്യമിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന നടപടിയാണിതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഉദ്ഘാടനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും CPM നേതാക്കൾ മറുപടി നൽകിയിട്ടുണ്ട്. കാന്തല്ലൂർ പഞ്ചായത്തിൽ രാഷ്ട്രീയ ചൂട് വർദ്ധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് BMLT, BSc ഡയാലിസിസ് ടെക്നോളജി, BWOC-in MLT, BWOC-in ഡയാലിസിസ് ടെക്നോളജി, BWOC-in റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, BWOC-in അനസ്തേഷ്യ ടെക്നോളജി, BWOC-in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC-in ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ, BWOC-in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, DMLT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, CSSD ടെക്നോളജി, DWOC-in MLT, DWOC-in ഡയാലിസിസ് ടെക്നോളജി,
D.Voc in Hospital Administration, D.Voc in Pharmaceutical Chemistry, GNM എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 പാസ്സാകാത്ത കുട്ടികൾക്ക് +2 തതുല്യമായ മെഡിക്കൽ കോഴ്സുകൾ. വെബ്സൈറ്റ് www.stjosephinstituteofeducation.com. ഇമെയിൽ stjosephinstitute.org@gmail.com.